ഹലോ നമസ്കാരം. താരാസ് ഫണ്ട് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ഒരു അടിപൊളി നാടൻ കറിയുടെ റെസിപ്പിയായിട്ടാണ് വന്നേക്കുന്നത്. നല്ല ഒരു അടിപൊളി നാടൻ കറിയാണ്. അച്ചിങ്ങയും കായയും ഉലർത്തിയതാണ് അതിൻ്റെ റെസിപ്പിയാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ അച്ചിങ്ങ നമ്മൾ ആദ്യം ചൂടുവെള്ളത്തിൽ ഉപ്പൊക്കെ ഇട്ട് കഴുകിയതിന് ശേഷം നമ്മൾ കട്ട് ചെയ്തെടുത്തേക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെയും കുറച്ച് നേരം ഉപ്പുവെള്ളത്തിലിട്ടിട്ടുണ്ട് ഞാൻ. പിന്നെ നമ്മളിതിലേക്ക് 2 ഏത്തക്കായ അരിഞ്ഞെടുത്തിട്ട് അത് കുറച്ച് കഞ്ഞിവെള്ളത്തിലിട്ട് അതിൻ്റെ കറയൊക്കെ കളഞ്ഞ് നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അപ്പോൾ അത് രണ്ടും കൂടിയാണ് നമ്മളിന്ന് കറി വയ്ക്കണത്. അപ്പോൾ ആദ്യം നമ്മൾ കായിട്ടിട്ട് അതിൻ്റെ മീതെ അച്ചിങ്ങയും കൂടി ഇട്ട് പിന്നെ അതിൽ കൂടി ഞാനൊരു ചെറിയ സവാളയും 2-3 പച്ചമുളകും കറിവേപ്പിലയും കൂടി എടുത്തിട്ട് അതും ഇട്ടതിന് ശേഷം കുറച്ച് ഉപ്പും കൂടി ചേർത്ത് പിന്നെ അതിൽ വെള്ളം ഒരു 2-3 ടേബിൾ സ്പൂണോളം വെള്ളം മാത്രം മതിയാവും. വെള്ളം കൂടി പോകാൻ പാടില്ല. അപ്പോൾ അത് നമ്മൾ കുക്കറിൽ വയ്ക്കുമ്പോൾ ഒറ്റ വിസിൽ വേപ്പിച്ചാൽ മതിയാവും. ഒരു വിസിൽ ഇട്ടിട്ട് അത് ഓഫ് ചെയ്തിടുക. പിന്നെ നമുക്കിത് നാടൻ കറിയായ കാരണം കല്ലിലിട്ടാണ് ഞാൻ ചതച്ചെടുക്കുന്നത്. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ആണ് ഇതിന് ഏറ്റവും ടേസ്റ്റ്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ മാത്രം സവാള എടുത്താൽ മതിയാകും. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇടുമ്പോഴാണ് ഇതിന് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ നമുക്കത് ഈ കല്ലിലിട്ടൊന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. അപ്പോൾ നാടൻ കറികളാകുമ്പോൾ ഇങ്ങനെ കല്ലിലൊക്കെ ഇട്ട് ചതച്ച് നമ്മൾ കറി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. പിന്നെ അതിലൊക്കെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടി കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ അച്ചിങ്ങയും പച്ചക്കറികളൊക്കെ എന്തും കുക്കറിലോ അല്ലെങ്കിൽ അല്ലാതെ നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ അതിൽ ഒരു സവാള അല്ലെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി ആയാലും 2 പച്ചമുളകും കൂടി ചേർക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ ചേർക്കാറുണ്ട്. പയർ, കടല എല്ലാം പിന്നെ പച്ചക്കറികൾ ഏത് വേവിക്കുമ്പോഴായാലും സവാളയും പച്ചമുളകും അഡീഷണലായിട്ട് ചേർക്കും. അപ്പോൾ നമ്മൾ ഒരു സവാള വഴറ്റി ചേർക്കണതിന് പകരം പകുതി ആദ്യം കുക്കറിൽ വേവിക്കുമ്പോൾ ഇടുകയാണെങ്കിൽ അതിൻ്റെ ടേസ്റ്റും കൂടി പച്ചക്കറികളിൽ പിടിച്ചിട്ട് നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ അതങ്ങനെ ഇനി ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മൾ എല്ലാം ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് വഴറ്റിയെടുക്കണതിലും നന്നായിട്ട് നമ്മൾ വേവിക്കുമ്പോൾ അതും കൂടി ചേർക്കുകയാണെങ്കിൽ സവാളയും പച്ചമുളകും ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പയർ, കടല, പച്ചക്കറികൾ ഏതിലായാലും നമുക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് വഴറ്റാൻ വേണ്ടി വെളിച്ചെണ്ണ ഒഴിച്ച് ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ച് വിടാകുമ്പോൾ വെളുത്തുള്ളിയും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴന്ന് വന്നാൽ മതിയാകും. ഒരു പകുതി വഴന്നാൽ മതി. ഇത് ഇങ്ങനെ പച്ചക്കറികളിലൊക്കെ നമ്മൾ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ബ്രൗൺ നിറമൊന്നും ആകാൻ നിൽക്കരുത്. ഒന്ന് വഴന്ന് നന്നായിട്ടൊന്ന് വാടിക്കഴിയുമ്പോൾ തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വറ്റൽമുളകാണ് ചേർത്തേക്കണം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും മാത്രം ഞാനിതിൽ ചേർക്കണുള്ളൂ. എന്നിട്ട് അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ചൂടായതിന് ശേഷം നമുക്ക് ഈ കുക്കറിൽ വേവിച്ച് വെച്ചിരിക്കുന്ന കായയും അച്ചിങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ നല്ല അടിപൊളി കറിയാണ്. ഇപ്പോൾ നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ ഉള്ളിയൊക്കെ വഴറ്റിയപ്പോൾ പകുതി വഴറ്റിയിട്ടുള്ളൂ. അപ്പോഴാണ് ഈ കറിക്ക് വെളിച്ചെണ്ണയുടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പച്ചക്കറികളൊക്കെ വേവിക്കുമ്പോൾ നമ്മൾ ഉള്ളിയും വെളുത്തുള്ളിയൊന്നും അധികം മൂപ്പിച്ച് ബ്രൗൺ നിറമൊന്നും ആക്കരുത്. അല്ലാതെ തന്നെ നമുക്ക് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ അടിപൊളി നാടൻ കറി ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇങ്ങനെ കായിട്ട് അച്ചിങ്ങ കറി വെക്കാത്തവരുണ്ടെങ്കിൽ ഉലർത്തി നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ ക്യാരറ്റൊക്കെ ആയാലും നമുക്ക് ഉരുളക്കിഴങ്ങ് ക്യാരറ്റൊക്കെ ഇങ്ങനെ ഇട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അച്ചിങ്ങ തന്നെ ചെയ്യണതിൽ നല്ലത് ഇങ്ങനെ കൂട്ടുകറിയായിട്ട് വെക്കുമ്പോൾ നമുക്ക് ലഞ്ചിന് ഒരു അച്ചാറും ഒരു പപ്പടവും ഈ ഉലർത്തുകറി ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാൻ പറ്റും. അപ്പോൾ നമ്മുടെ കറി ഇത്രയേ ഉള്ളൂ, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ലൈക്ക് ചെയ്യണവർക്കും കമൻറ്റ് ചെയ്യണവർക്കൊക്കെ ഒത്തിരി നന്ദി.